സുഹൃത്ത് കാശിനാഥ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. അതായത് ഇത് പുതിയൊരു സാധനമാണ്, നമ്മുടെ ഇയർബഡ് ആണ്. പീട്രോണിൻ്റെ ബാസ് ബഡ്സ് എന്ന് പറയുന്ന സംഭവമാണിത്. ബാസ് ബഡ്സ് പ്ലസ് ആണ്. ഞാനിതിപ്പോൾ ആമസോണിൽ നിന്ന് എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ആമസോണിൻ്റെ കവറൊക്കെ ഞാൻ പൊടിച്ച് ദൂരെ ആയിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻസിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എന്തോ നമ്മുടെ മൈൻക്രാഫ്റ്റ് എന്തോ GL പ്രോബ്ലം അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അതിനകത്ത് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡിലീറ്റ് ആക്കുക. അതായത് ലോഞ്ചർ ഒന്ന് ഫുള്ളി ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ റീഇൻസ്റ്റാൾ ചെയ്യുക. മനസ്സിലായോ? അതായത് ഇപ്പോൾ ചിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ ഉണ്ട്, അത് ഡൗൺലോഡ് ആക്കി കഴിയുമ്പോൾ അവർക്കത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ അതാണ് കാര്യം എന്ന് പറയും. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, അഖിൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിന്നെ മൈൻക്രാഫ്റ്റ് ലവർ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേര് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ആദ്യം ഡിലീറ്റ് ആക്കുക, ഫുള്ളി ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയും ചെയ്തിട്ടായില്ലെങ്കിൽ പ്ലീസ് അതൊന്ന് അതിൻ്റെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഗൈസ്, മറന്നുപോയി ഒരു കാര്യം പറയാൻ മറന്നുപോയി. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇത് മൂന്നും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 96 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ആ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പഞ്ഞിമിഠായി എൻ്റർടൈൻമെൻറ്റ്സ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ ഇനി നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബി ലവ് ബി പ്രൗഡ്, അതൊരു #, സ്ലോഗനാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പീട്രോണിൻ്റെ ബാസ് ബഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി അൺബോക്സ് ചെയ്യാം. പിന്നെ ഫുള്ള് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഗൈസ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കിത് തുറക്കാം. പാടാണ് ഇത് തുറന്നു വരുന്നത്. നമുക്കിവിടെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഈ താഴെയൊക്കെ കിടക്കുവാണ് ഗൈസ്. അതെ, നമ്മൾ തുറന്നു. നമ്മുടെ ഇയർബഡ്സ് രണ്ടും വെളിയിലാണ്. ഇത് ഇങ്ങനെയാണ് ഇരുന്നത് ബഡ്സിൽ. അതായത് നമ്മുടെ നല്ല പാക്കിംഗ് ഒക്കെ തന്നുണ്ട്. ബൈ. അതെ, ഹലോ. ഇങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് ഇരുന്നത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കിതിൻ്റെ ഓരോ സാധനങ്ങളായിട്ട് കുറച്ച് ഊരാം. ഫസ്റ്റായിട്ട് നമ്മൾ ഊരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോക്സാണ്. ഇത് നല്ല ബ്ലൂ കളറിലുള്ള ബോക്സ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LED ഡിസ്പ്ലേ, പിന്നെ ബഡ്സ് വെക്കാനുള്ള 2 സാധനം. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് വരെ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്സാണ്. ഇതൊരെണ്ണം, ഇത് സെക്കൻഡ്. രണ്ടെണ്ണമാണ് വരുന്നത്, ലെഫ്റ്റും റൈറ്റും രണ്ടും. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. എല്ലാം മാറ്റി വെച്ചു. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ പാക്കാണ്, നമുക്ക് കളയാം. പിന്നെ ഉള്ളത് മെയിൻ സാധനം 3 ബഡ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചാർജർ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബഡ്സ് വരുന്നത്. ഉണ്ടോ, 3 എണ്ണേ തന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചു. ഇനി ചാർജർ നമുക്ക് ഈ ചാർജർ തന്നെ വേണമെന്നില്ല ഗൈസ്. നമ്മുടെ ഇത് USB ടൈപ്പ് ആണ്, C ടൈപ്പ് അല്ല, മറ്റേ USB ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏത് ചാർജറാണ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ USB ടൈപ്പ് വേറെ ഏതെങ്കിലും ചാർജർ ഇട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കാർഡ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, കവറോടെ ഇവിടെ എങ്ങനെ അറിയാം. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ സാധനങ്ങളിലേക്ക്, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് വരാം. ഇത് ഇയർബഡ്സിൻ്റെയും ഇതിൻ്റെ ഒരു കാര്യമില്ല. ഇത് നമുക്ക് ആ കവർ തന്നിട്ട് ഇങ്ങോട്ടെങ്ങാനും മാറ്റി വെക്കാം. ഓക്കെ, അതിൻ്റെയും കാര്യം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഫിനിഷിലാണ്. ഇതിൻ്റെ 3 കളർ വരുന്നുണ്ട്. അത് ഞാൻ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ കാണിക്കാം. 3 കളർ, അതായത് ഒന്ന് ബ്ലാക്ക്, റെഡ്, പിന്നെ വരുന്ന നമ്മുടെ ഈ കളർ തന്നെ ബ്ലൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് ചെയ്താൽ മതി. ആമസോണിൻ്റെ ലിങ്ക് ആയിരിക്കും കൊടുക്കുന്നത്.
കാരണം ആമസോൺ ഈസ് ട്രസ്റ്റഡ് ആൻഡ് ഇപ്പം നല്ല ഓഫേഴ്സും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പീട്രോണിൻ്റെ സാധനങ്ങൾ ചില കടയിൽ കിട്ടാറില്ല, മൈജിയിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ആമസോൺ ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചാർജിങ് ടൈപ്പ് അല്ലേ, അത് ബാക്കിലായിട്ട് വരുന്നതാണ്. നമ്മുടെ USB ടൈപ്പാണ് ചാർജിങ് പോർട്ടും വരുന്നത്. നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഫുൾ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബഡ്സ് വെക്കാനുള്ള സ്ഥലം. നമുക്കിത് ലെഫ്റ്റ് റൈറ്റും എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് റൈറ്റും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ വെച്ചാലും സെയിം ആയിട്ടിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ച ഉടനെ ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. LED ഡിസ്പ്ലേയിൽ ഫുൾ 100% ചാർജ് കാണിക്കുന്നുണ്ട്. പിന്നെ 2 ബഡ്സും വരുന്നുണ്ട്. ബഡ്സിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബഡ്സ് ഒന്ന് ഊരി നോക്കാം. ഇതടഞ്ഞ് സൈഡിൽ ഇരിക്കട്ടെ. ഇതിനകത്ത് 2 ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ കൺട്രോൾ ചെയ്യാം. മാനുവലായിട്ട് നമുക്കിത് ഒരെണ്ണം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഓൺ ആക്കി വെക്കാം. പിന്നെ പെയർ ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള പാട്ട് പോസ് ചെയ്യുക, പ്ലേ ചെയ്യുക, അതിനൊക്കെ ഉള്ളതാണ് ഈ 2 സ്വിച്ച്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അതിൻ്റെയൊക്കെ മാനുവലി ചിലപ്പോൾ അതിനകത്ത് കാണും, അത് ഞാൻ കണ്ടില്ല അതിനകത്ത്. ഓക്കെ, അതും കൂടെ നമുക്ക് തപ്പിയിട്ട് ലാസ്റ്റ് അതും കൂടെ നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു നല്ല അടിപൊളി സാധനമാണ്, കാരണം കയ്യിലൊക്കെ നല്ല ഫിറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ചെവി ഫിറ്റ് ആവുമെന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ നമ്മളുടെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ ബാസാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ സാധാരണ എയർപോഡ് കേൾക്കുന്ന പോലല്ല. അതായത് ഞാൻ ബോട്ടിൻ്റെ വാങ്ങിച്ചപ്പോൾ തന്നെ അതിനകത്ത് ചെറുതായിട്ടൊരു ക്രാക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഈ നല്ല ബാസുള്ള സോങ് ഒക്കെ ഇടുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നില്ല. മെഗാ ബാസാണ് ഇവർ പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, റിവ്യൂ ഒക്കെ ചിലയിടത്ത് നോക്കിയപ്പോൾ അവർ നല്ലതായിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും ചോദിക്കും എൻ്റെ മറ്റേ ഇയർപോഡ് എന്ത്, ഇതെന്തിനാണ് ഇതിപ്പോൾ വാങ്ങിച്ചത്? കാരണം മറ്റേ ഇയർപോഡ് കളഞ്ഞു പോയി. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു സോങ് വെച്ചിട്ട് ഈ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആഡ് ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കര നല്ല ആഡ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രീമിയത്തിലേക്ക് മാറണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ അത് മാറാൻ വരുന്നുള്ളൂ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാസ് സൗണ്ടാണ്. പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എറൗണ്ട് നമുക്ക് സ്പീക്കർ കേൾക്കുന്ന പോലെയാണ് സംഭവം കേൾക്കുന്നത്. നിങ്ങളെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം ഇത് പുറത്തേക്കുള്ള നോയ്സ് കുറവാണ്, അകത്താണ് ഫുള്ള്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, റിവ്യൂ ചെയ്യാതെ ഇതിൻ്റെ മൈക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സൗണ്ട് മാസാണ് കേട്ടോ, അടിപൊളി സൗണ്ട് എന്ന് വെച്ചാൽ അടിപൊളി സൗണ്ടാണ്. ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹെഡ്സെറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൗണ്ടാണ്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നോയ്സസ്, നമ്മളിപ്പോൾ ഫാൻ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ കട്ട ഫാനിൻ്റെ ന്യൂസ് ആയിരിക്കും, അതൊന്നും ഇതിനകത്ത് റെക്കോർഡ് ആവുന്നില്ല. അതാണ് എൻ്റെ ഒരു നല്ല പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പാട്ട് വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ബാസ് വരുന്നുണ്ട്, നല്ല അടിപൊളി കേൾക്കാം. സ്പീക്കറിലൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 hours നിൽക്കും. അതായത് നമ്മൾ വിത്ത് കേസസ് ആണെങ്കിൽ 12 മണിക്കൂർ, അതായത് ഒരു പ്രാവശ്യം ബാറ്ററി തീർന്നു പോയി പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 12 മണിക്കൂർ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ബൈ ടൈം 80 hours ആണ്. അതെന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് ചാർജിങ് ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ 1.2 മണിക്കൂർ, 1.5 മണിക്കൂർ എടുക്കും. നമ്മൾ 1.2 നമ്മൾ ഇത് വെച്ച് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ കേസ് നമുക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ടെൻഷൻ ഒന്നും ആയിരിക്കും ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി ചാർജഡാണ്.
നമുക്ക് ഇതിനകത്ത് വെച്ച് എപ്പോൾ ആണെങ്കിലും പഠിച്ച് ചാർജ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല 3 കളർ അവൈലബിൾ ഉണ്ടെന്ന്. സോറി, തെറ്റി വരിപ്പോയി. വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതായത് നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല, കവറിന് മാത്രമേ ചെറിയ ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ ബഡ്സൊക്കെ ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ കളറൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഈ 4 കളേഴ്സ് കിട്ടും നമുക്ക്. വൈറ്റ് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ അല്ല. ഇതാണ് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് വേറെ കാര്യമൊന്നും പറയാനില്ല. നല്ല അടിപൊളി സാധനമാണ് നമുക്ക്. അതായത് ഓഫീസ് യൂസേഴ്സിന് മാത്രമല്ല ഗെയിം കളിക്കാം. ചുമ്മാ ഫ്രീ ഫയറൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ഇത് വെച്ചുകൊണ്ട്, ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ ഒരു ആവശ്യമില്ല. വയർലെസ് സാധനം നമുക്ക് ചുമ്മാ കണക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഫ്രീ ഫയർ കളിക്കാം, ഏത് ഫൈറ്റിംഗ് ഷൂട്ടിംഗ് ഗെയിം ആണെങ്കിലും മൾട്ടിപ്ലെയർ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് കളിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡിലീറ്റ് ആക്കുക ഫുൾ. നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ വിൻഡോസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ ലാപ്പിൻ്റെ തന്നെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ടി ലോഞ്ചർ കയറ്റിയതിനകത്ത് വല്ല ഇൻസ്റ്റാളേഷനകത്ത് വല്ല പ്രോബ്ലം വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ടി ലോഞ്ചർ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇത് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്. അത് കൊടുത്ത് നിങ്ങളതൊന്ന് ഇതിൽ തൊട്ട് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ കുറേ പേര് 2 പേരെ കണ്ട് ഇപ്പം എൻ്റെ ലാസ്റ്റ് കമൻറ്റിൽ വന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ അഖിൽ എന്ന് പറയുന്ന ആളോട് കുറേ റിപ്ലൈ അയച്ചായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ഇട്ട് തന്നിട്ടില്ല ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ ഇട്ട്, ഇല്ലെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ ഡൗൺലോഡ് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ കൊണ്ട് തീരുകയാണ്. So thanks for watching. Bye bye.